ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെബി പുതിയ റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷൻസ്, സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചാനൽസിൽ മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്യേണ്ടത് എളുപ്പമല്ല, അതെന്താ എളുപ്പമുള്ള കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം വാല്യൂസ് കാണിക്കാൻ പറ്റില്ല, പ്രൈസുകൾ കാണിക്കാൻ പറ്റില്ല. 3 മാസം മുമ്പുള്ള പ്രൈസുകളാണ് ഇനി സ്റ്റോക്ക് ചെയ്യുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളെ കാണിക്കാൻ പറ്റണമെങ്കിൽ 3 മാസം മുമ്പുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അവർക്ക് സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വിംഗ് ട്രേഡുകൾ നടക്കുള്ളൂ ഇനി സ്റ്റോക്കിൽ. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കാര്യങ്ങൾ, മനസ്സിലായി. സെബി അതിനുള്ള ഒരു റോള് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിങ്ങൾ മാക്സിമം ഈ കോൾസൊക്കെ മാക്സിമം മേടിക്കാൻ നോക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുള്ള റൂൾ തന്നെയാണ് കൊണ്ടുവന്നേക്കണത്. അത്യാവശ്യം ഇനി നിങ്ങൾക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒരാളിൽ നിന്ന് കിട്ടണമെങ്കിൽ ആൾ സെബി രജിസ്റ്റേർഡ് ആയിരിക്കണം, മനസ്സിലായല്ലേ. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുക. രജിസ്ട്രേഷൻ അത്ര ഈസി അല്ല എടുക്കാൻ, മനസ്സിലായില്ലേ. ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാർ ഫുള്ളും അടിപൊളിയാവുന്ന നിർബന്ധമില്ല. ഈ 2 സെറ്റപ്പ് ഉണ്ട് രജിസ്ട്രേഷൻ്റെ ഉള്ളിൽ. സെബി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആൾ അടിപൊളിയാവുന്നല്ല, അത് ഒരു അഡ്വാൻറ്റേജാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഫസ്റ്റ് ഒരു സേഫ് സോൺ പ്ലേ ആണ് സെബി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയോണിയും നന്നായിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എന്നുള്ള ആൾക്കാരെ നിങ്ങൾ ട്രേഡുകൾ എടുക്കുക. നമുക്ക് നമ്മുടെ ട്രേഡിലേക്കൊക്കെ പോവാം. നമുക്കെന്നുണ്ടായിരുന്നു 49,600 സിയിലാണ്. 49,600 സി നമുക്ക് കണ്ടറിയാം, അതൊരു SL ആണ്. ഒരു 20 പോയിൻറ്റ് വരെ അതിൽ കിട്ടിയിട്ടില്ല. SL സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് 1:1 അത് പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 23,200 പിയിലാണ്. 23,200 പിയിൽ നമുക്ക് നോക്കാം. ബൈസോടെ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി ലിമിറ്റ് ഓർഡർ കിട്ടും. ഈ സ്ട്രൈക്ക് ഈസിയായിട്ട് ഒരു 12 പോയിൻറ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അത് 1:1 കിട്ടിയിട്ടുള്ള സ്ട്രൈക്കാണിത്. പിന്നെ നമുക്ക് അടുത്തുണ്ടായിരുന്ന ട്രേഡ് 23,500 സിയിലാണ്. അത് നമുക്ക് സ്ട്രൈറ്റ് SL ആണ്, കണ്ടറിയാം. ബൈസ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി, പിന്നെ നമുക്ക് സ്ട്രൈറ്റ് SLക്ക് പോയി. ഇത് വേറൊരു ട്രേഡാണ് 23,200 സി. ഇത് നമുക്ക് 50 പോയിൻറ്റ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ള ട്രേഡാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ബൈയേഴ്സോടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി അവിടുന്ന് നേരിട്ട് ലിമിറ്റിൽ കിട്ടുന്ന എൻട്രിയാണത്. ഇത് ഈസി ആയിട്ട് ഒരു 50 പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന 23,300 പിയിലാണ്. അത് നമ്മൾ നോക്കാം. 30 പോയിൻറ്റ് 1:3 കിട്ടിയിട്ടുള്ള ട്രേഡാണത് നിഫ്റ്റിയിൽ. ബൈയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി കറക്റ്റ് ലിമിറ്റിൽ നിന്ന് ഈ ട്രേഡ് കിട്ടും. ലിമിറ്റിന് തൊട്ട് മുകളിൽ, അതായത് പൈസകളുടെ വ്യത്യാസമുള്ളൂ. കറക്റ്റ് നമുക്ക് ലിമിറ്റിൽ തന്നെ കിട്ടിയ ട്രേഡ്. ഇതൊരു 1:3 ആണ്. 30 പോയിൻറ്റ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് ഈ ട്രേഡിൽ. പിന്നെ നമുക്കുണ്ടായിരുന്ന 23,300 സിയിലാണ്. ഇതൊരു 8 പോയിൻറ്റ് മുകളിലേക്ക് പോയ ശേഷം അടിയിലേക്ക് വന്ന SLക്ക് പോയിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളൊന്നും ഉണ്ടായിട്ടുള്ളൂ. ടോട്ടൽ നല്ല ദിവസം തന്നെയായിരുന്നു. SLകൾ 1, 2, 3 SLൊക്കെ ഉണ്ട്, എന്നാലും നല്ല ദിവസം തന്നെയായിരുന്നു. നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ദിവസം തന്നെയാണ്. കണ്ടിന്യൂസ്ലി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അടിയിലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ട്രേഡ് എടുക്കാം. പിന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ട്രേഡിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കി എടുക്കുക എങ്ങനെയാണ് ട്രേഡിങ് ചെയ്യേണ്ടതെന്ന്. ആ ധാരണ നിങ്ങൾക്ക് ഉണ്ടായാലാണ് നിങ്ങൾക്ക് അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ട് സെബിയിൽ വന്നിരുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സെബി റൂൾസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ റൂൾസിൽ പെട്ടൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഇന്നുണ്ടാക്കിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് നിങ്ങൾ ഒരിക്കലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ കാണിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ. അങ്ങനെ കാണിച്ചിട്ട് ബാക്കി ഒരാളിനെ ഇൻട്രസ്റ്റ് കയറിയിട്ട് അതിലേക്ക് നിങ്ങളെ ആകർഷിപ്പിക്കാൻ പാടില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. അപ്പോൾ ഈ PNL കാണിക്കുന്ന പരിപാടിയൊന്നും നടക്കുന്ന പരിപാടിയല്ല, നമ്മൾ മനസ്സിലാക്കുക. അത് ഫസ്റ്റ് PNL കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആരുടെ ആണെങ്കിലും അവരുടെ സ്കില്ല് കണ്ടിട്ട്, അതായത് അവർ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്നുണ്ടോ അല്ല ലോസ് ആണോ ഫുള്ള്, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ആകാൻ പറ്റുള്ളൂ. ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സെബി രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ളൊരു സേഫ് സോൺ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് ജോയിൻ ചെയ്ത് ട്രേഡുകൾ എടുക്കാം, മനസ്സിലായില്ലേ. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് യൂട്യൂബേഴ്സ് കൊടുക്കാൻ പാടില്ല. അവർക്ക് റിയൽ ടൈം ഡാറ്റ വെച്ചിട്ട് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പറ്റില്ല ഇങ്ങോട്ടിട്ട്. അതുകൊണ്ട് മാക്സിമം അതും നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനത്തെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് എടുക്കലേ. നിങ്ങൾക്ക് സ്വയമായിട്ടൊരു ഫണ്ടമെൻ്റലായിട്ട് അനലൈസിസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കണില്ല, അത് ഞാൻ പറയാലോ. നമ്മൾ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. മാക്സിമം ഞാൻ എല്ലാ ട്രേഡിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, വെരിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ട്രേഡിനെ ഇനിഷ്യേറ്റീവ് ചെയ്യുക. കുറച്ച് ദിവസം ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പുകളൊക്കെ നോക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, അതും കൂടി നല്ലതാണ് സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി ദിവസം അവിടെ നിന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.